അപ്പോൾ നമ്മൾ വാൽപ്പാറയിൽ നിന്ന് ബാക്ക് ഹോം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ വാൽപ്പാറയിലാട്ടോ വൈൻഡപ്പ് ചെയ്തേ. അപ്പോൾ അവിടുന്ന് നമ്മൾ വണ്ടി എടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആലിയാർ, പൊള്ളാച്ചി, പാലക്കാട് റൂട്ട്, മലപ്പുറം. സമയം 7 മണി. അപ്പോൾ ഒരുപാട് ലെങ്ത് ആവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പഴയ വീഡിയോ അല്ലെങ്കിൽ കഴിഞ്ഞ വ്ളോഗ് വാൽപ്പാറയിൽ വെച്ച് എൻഡ് ചെയ്തേ. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാക്ക് ഹോമാണ്. അപ്പോൾ എന്നാലാണ് നമുക്ക് ആ ഒരു വ്ളോഗിൻ്റെ ഒരു കംപ്ലീഷൻ കിട്ടുള്ളൂ. നമുക്ക് കാണുമ്പോഴും ആ ഒരു റൈഡ് ഫീല് കാണുന്നവർക്കും ആ ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്. എന്തായാലും ഫ്യൂവൽ ഒരു 140 കിലോമീറ്റർ നമുക്കിനി റൺ ചെയ്യാനുള്ള ഫ്യൂവലുണ്ട്. ഏകദേശം ആലിയാർക്ക് 40 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും 40 കിലോമീറ്റർ ഓടാനുള്ള എണ്ണ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ആലിയാർ എത്തിയിട്ട് ഫ്യൂവൽ ഫില്ല് ചെയ്താൽ മതി. ഭക്ഷണം നമുക്ക് പൊള്ളാച്ചി എത്തിയിട്ട് കഴിക്കാം. എന്തായാലും ടീ ബ്രേക്ക് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ബാത്റൂം പേഴ്സും ഫോണൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അവിടെ ബാത്റൂമിൽ വേണ്ടിയിട്ട് നിർത്തിയപ്പം പേഴ്സും മൊബൈലൊക്കെ അവിടെ എവിടെയെങ്കിലും വെച്ച് മറന്നോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ചെക്ക് ചെയ്യണേ. വൈഫ് ബാക്കിലിരുന്ന് പറയുകയാണ്, പേഴ്സും മൊബൈലൊക്കെ എടുത്തില്ലേ. നമ്മളെന്താ പറയുക, നമുക്കിതൊന്നും ഓർമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ. ചെറിയ കോടൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി. നമ്മൾ ഫസ്റ്റ് ഹെയർ പിൻ ബെൻഡ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ. 40 ഹെയർ പിൻ ബെൻഡാണ്. അപ്പോൾ 40ാമത്തെ ഹെയർ പിൻ ബെൻഡ് കഴിഞ്ഞു. അതേ 39 കഴിഞ്ഞു. ഇനി കുറച്ച് സേഫായിട്ട് നല്ല ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കണം. രാത്രിയാണ്, ലൈറ്റ് കുറവാണ്, അതുപോലെ തന്നെ കോടയുണ്ട്. അപ്പം വിസിബിലിറ്റി കുറവാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഇനി നേരെ പൊള്ളാച്ചി തന്നെ. ആലിയാർ തിരുമുഖന്ന് സ്റ്റോപ്പ് ചെയ്യും. ഒരു ടീ പെട്രോൾ അടിക്കും വേണ്ടേ. മാപ്പിൻ്റെ ആവശ്യമില്ല. ഇനി നേരെ അങ്ങോട്ട് തന്നെ ചാർജ് കളയണ്ട. പോവാ, എൻ്റെ പിന്നാലെ പിടിച്ചോട്ടാ. ഞാൻ മറ്റവനൊന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അവൻ ഈ റൂട്ട് അത്ര സുപരിചിതമല്ല. അതുകൊണ്ട് പിന്നെ അവൻ്റെ ബൈക്കിൽ ഓക്സിലറേറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പവർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കുമ്പോൾ ഒന്നും കൂടി വിസിബിലിറ്റി കൂടുതലുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിത് ചുരം ഇറങ്ങി തുടങ്ങിയിട്ടാണ്. ഇതുവരെ ചുരം കയറലും ഇറങ്ങലും ചെറുതായിട്ടൊക്കെ, ഇത് പ്യുവറായിട്ട് കുത്തിനുള്ള ഇറക്കട്ടോ. നന്നായിട്ട് ഇറങ്ങി തുടങ്ങി. എത്രാമത്തെ എയർപിൻ ബെൻഡ് കഴിഞ്ഞു എന്നൊരു ഐഡിയ ഇല്ല. വലിയ വലിയ ലോറിയും ബസ്സുകളൊക്കെ കേട്ടോ കയറിയായിരുന്നേ.
അപ്പോൾ അതിൻ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട്. ഹെയർ പിൻ ബെൻഡിന്ന് നമ്മൾ വണ്ടി ശ്രദ്ധിച്ചിട്ട് വേണം, ചവിട്ടി കൊടുത്തിട്ട് വേണം, അല്ലെങ്കിൽ പണിയാവും. കാരണം വലിയ വണ്ടികളൊക്കെ വൈഡായിട്ട് എടുത്തിട്ടാവും വരിക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. 26ാമത്തെ ഹെയർ പിൻ ബെൻഡായേ. റോഡ് കുറച്ച് മോശമാണ്. ഇരുപത്തിനാലാമത്തെ ഇനി 24 ഉണ്ട്, 24ാമത്തെ അല്ല. അപ്പോൾ ഏകദേശം 40 എണ്ണത്തിൽ 24 10-16 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 24 ഉണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ ഇങ്ങനെ കാണാം കേട്ടോ ചുരം ഇറങ്ങി പോകുന്ന ആ ഇതേ. റോഡ് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. കാരണം ഒന്നാമത് നമുക്ക് ലൈറ്റില്ല, അതിൻ്റെ ഇടയിൽ അവിടെ ഇവിടെ മണ്ണും കല്ലൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ എല്ലായിടത്തും അപായ സിഗ്നലുകൾ ഉണ്ട് കേട്ടോ എല്ലായിടത്തും. ഹിൽമൈന ഹെയർ പിൻ ബെൻഡ്, ഓരോ ഹെയർ പിൻ ബെൻഡിനും ഒരു പേരുണ്ട്. അത് ഞാനിപ്പോൾ ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാ ഹെയർ പിൻ ബെൻഡിനും ഓരോരോ പേര്. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആലിയാർ ഡാം ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ തുടങ്ങി. അപ്പോൾ ഞാനേ കാണിച്ചു തരാം. മേലെ നിന്നിങ്ങനെ വരുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു. കാണുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ചവിട്ടിയത് ഗ്യാപ്പിലായിപ്പോയി. വീണില്ലല്ലോ വണ്ടി. ഇറങ്ങ. ആ ഞങ്ങൾ ചവിട്ടിയാണ്. എനക്കെന്തേലും പറ്റിയ? കറക്റ്റ് ഗ്യാപ്പിലാണ് ഞാൻ ചവിട്ടി, കണ്ടില്ല. ഇവിടെ ഒരു ഗ്യാപ്പ് കേട്ടാ. ചാരിയിട്ടില്ല, ഞാൻ ചവിട്ടി നിർത്തി പണ്ടാരം പിടിക്കാൻ. ഒക്കെ കൂടെ കൊട്ടി തുടച്ചേനെ. ഞാനിവിടുത്തെ ഈ കാഴ്ച കാണാൻ വേണ്ടി നിർത്തിയാ. നന്നായിപ്പോ കാല് കാണിക്കണം. ഞാൻ വിചാരിച്ച കയ്യിൽ നിന്ന് പോയെന്ന്. ഇപ്പോൾ വണ്ടി വീണേനട്ടോ. ഈ കറക്റ്റ് ഗ്യാപ്പിൽ ഞാൻ ചവിട്ടിയത് ഗ്യാപ്പിലായിപ്പോയി. എന്തായാലും ഒന്നും പറ്റിയൊന്നുമില്ല. എന്ത് ഒരു ചെറിയ ഇൻസിഡൻറ്റ്. ഈ സൈഡിൽ കാണുന്ന ഈ സേഫ്റ്റി ഇതുണ്ടല്ലോ, എന്താ പറയുക, ഇതിൻ്റെ ഈ ചെറിയൊരു ഗ്യാപ്പിൽ ഞാൻ വണ്ടി ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ ഈ സൈഡിൽ കാണുന്ന ഈ ഗ്യാപ്പ് ഞാൻ കണ്ടിട്ടില്ല.
എൻ്റെ കാല് സ്ലിപ്പായിട്ടൊന്ന് വീഴാൻ പോയി. ദൈവം സഹായിച്ചിട്ട് എങ്ങനെയോ ചവിട്ടി നിർത്താൻ പറ്റി എനിക്ക്, ഇല്ലെങ്കിൽ ഇപ്പോൾ പാടുപെട്ടനെ. ഭാഗ്യം. താങ്ക് യു, വിസിറ്റ് അഗെയിൻ. അങ്ങനെ നമ്മൾ ചുരക്കിറങ്ങി ചെക്ക് പോസ്റ്റിലെത്തിയിരിക്കുകയാണ്. ആനമലൈ 21 കിലോമീറ്റർ, കോയമ്പത്തൂർ 65, പൊള്ളാച്ചി 25, പളനി 75, ഊട്ടി 175. ഇവിടെ ഹോട്ടലും ബസ് സ്റ്റോപ്പും ബസ് സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ടൗൺ, ആവശ്യ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ള. നമുക്ക് ആലിയാറ് ഒന്ന് വണ്ടി നിർത്തണം, ഒരു കോഫി ബ്രേക്ക്. പിന്നെ കാലിൽ ചെറിയൊരു വേദനയുണ്ട്. നമ്മളാ വണ്ടി വീഴാൻ പോയപ്പോൾ ഒന്ന് ചവിട്ടി പിടിച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പെയിൻ ബാക്കിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് ഇറങ്ങിയിട്ട് നോക്കണം എന്താ സ്ഥിതിയെന്ന്. അപ്പോൾ നമ്മൾ ആലിയാറിന്ന് 2 ചായയും ഒരു ബ്ലാക്ക് ടീയും കുടിച്ചു. ഇതാ ഈ കടയിൽ നിന്നാട്ടോ കഴിച്ചേ. വൃത്തി എന്ന് പറയുന്ന സംഭവമില്ല, പക്ഷേ ചായ കുടിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് നിസ്സഹായാവസ്ഥ, അതുകൊണ്ട് ചായ അടിച്ചേട്ടോ, വേറെ ഒന്നല്ല. ഇനി നമുക്ക് അടുത്ത പമ്പിൽ കയറണം, പെട്രോൾ അടിക്കണം. കാരണം ചായ നമുക്ക്, പക്ഷേ ചായ അടിപൊളി ചായയായിരുന്നു. വൃത്തിയില്ലെങ്കിലും നല്ല കിടിലൻ ചായ, നല്ല സ്ട്രോങ് ചായ. അപ്പോൾ ഇത് പെട്രോളിൻ്റെത് കത്തി. അപ്പോൾ നമുക്കടുത്ത് പമ്പിൽ കയറണം, പെട്രോൾ അടിക്കണം, ഫുൾ ടാങ്ക്. സമയം 9 മണി, 9 മണിയായി. നമ്മൾ പ്രതീക്ഷിച്ച സമയത്തേക്കാളും കൂടെ എന്തായാലും അതൊന്നും നോക്കണ്ട. നമ്മൾ അങ്ങനെ നമ്മൾ ഇപ്രാവശ്യം ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പിൽ നിന്നാണ് കേട്ടോ പവർ അടിച്ച് ഫുൾ ടാങ്ക് അടിച്ചു. ഇവിടെ പ്രീമിയം പെട്രോളിന് 107 രൂപയുള്ളൂ. അതായത് നമ്മുടെ നാട്ടിലെ നോർമൽ പെട്രോളിൻ്റെ ചാർജാണ് ഇവിടെ തമിഴ്നാട്ടിൽ പ്രീമിയം പെട്രോളിന്. അപ്പോൾ എന്തായാലും ഫുൾ അടിച്ചിട്ടുണ്ട്. റോഡ് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക. ഒരു ചെറിയ തണുപ്പും വാൽപ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ കിട്ടണ കേട്ടോ ഒരു ചെറിയൊരു വലിയ തണുപ്പൊന്നുമില്ല, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നൊരു തണുപ്പ്. അതുകൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനും
എന്താ പറയുക, അടിപൊളിയാണ്. എന്താണ് തമിഴന്മാർ അടിച്ചു കയറി വരിക. തമിഴന്മാരുടെ ഡ്രൈവിങ് തന്നെ ഒരു ഒലക്കമ്മല ഡ്രൈവിങ്ങാണ്. അങ്ങനെ നമ്മൾ പൊള്ളാച്ചി എത്താൻ ഇനി ആകെ 3-4 കിലോമീറ്ററും കൂടെ ഉള്ളൂ പൊള്ളാച്ചി ടൗൺ റീച്ച് ചെയ്യാൻ. നമ്മുടെ എന്താ പറയുക, ഇനി പൊള്ളാച്ചി എത്താൻ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ. പൊള്ളാച്ചി റീച്ച് ചെയ്തിട്ട് വിശക്കുവാണെങ്കിൽ, ഇപ്പോൾ ഇതുവരെ വിശപ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ പൊള്ളാച്ചി എത്തിയിട്ട് കഴിക്കണമെന്ന് വിചാരിച്ച, പക്ഷേ വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ നോക്കട്ടെ, പൊള്ളാച്ചി എത്തിയിട്ട് കഴിക്കണോ അതോ പാലക്കാട് എത്തിയിട്ട് കഴിക്കണോ എന്നുള്ളത്. ഇതുവരെ ഇപ്പോൾ ആർക്കും വിശപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നോക്കിയിട്ട് വേണം ഇനി കഴിക്കാൻ. ചെറിയൊരു റഷുള്ളൂ, വലിയ വണ്ടികളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഇപ്പോൾ പൊള്ളാച്ചി ടൗണിനോട് അടുക്കുമ്പോൾ എന്താ സ്ഥിതി എന്നൊരു ഐഡിയ ഇല്ല. ഇതുവരെ വലിയ റഷൊന്നുമില്ല കേട്ടോ. ഇവിടുന്ന് ഉദുമൽപേട്ട് 31, പഴനി 67. നമുക്കെന്തായാലും പാലക്കാട് റോട്ട് പിടിക്കാം. നമ്മളങ്ങനെ പൊള്ളാച്ചി കഴിഞ്ഞു, പാലക്കാട് റോട്ടിന് കയറി. ഏകദേശം 43 കിലോമീറ്ററോളം ഉണ്ട് ഇനി പാലക്കാട്ടേക്ക്. സ്പീഡ് ബ്രേക്ക് കൊണ്ട് തോറ്റു കേട്ടോ. മുട്ടിന് സ്പീഡ് ബ്രേക്കാണ്. അപ്പോൾ ഇനി പാലക്കാട് വരെ നല്ല റോഡാവും. പാലക്കാട് കയറുമ്പോഴേക്കാരും തിയേറ്റർ റോഡ് വരിക. നോക്കാം. പാലക്കാട് 46 കിലോമീറ്റർ. യെസ്, ഞാൻ പറഞ്ഞില്ലേ 47 കിലോമീറ്ററാണ്. 46 കിലോമീറ്റർ. നമ്മൾ രാമനാഥപുരം കഴിഞ്ഞു. രാമനാഥപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഈ റൂട്ടിന് വരുന്നവർക്കറിയാം രാമനാഥപുരം. അപ്പോൾ ആ സ്ഥലം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്ററാണ് പാലക്കാട്ടേക്കുള്ളതെന്ന് ഐഡിയ നോക്കണം. പക്ഷേ ഈ റൂട്ട് പകൽ ഒരു രക്ഷയില്ലാത്ത റൂട്ടാട്ടോ. രാത്രി അത്ര ഭംഗിയില്ല, പക്ഷെ പകല് രക്ഷയില്ല. അടിപൊളി റൂട്ടാണ്. ചെക്ക് പോസ്റ്റ് കടന്നിരിക്കുകയാണ് പാലക്കാട്, തമിഴ്നാട് കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. പാലക്കാട് 39, കൊഴിഞ്ഞാമ്പാറ 8 കിലോമീറ്റർ. ഇതാണ് നമ്മളെ സ്ഥിരം പാലക്കാട് നിന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട്ടേക്ക് എൻ്റർ ചെയ്യുമ്പോഴുള്ള ആ ഒരു പ്രതിമ ഉണ്ടാ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഉണ്ട്. നമ്മൾ ധനുഷ്കോടി വരുന്നത് ഈ റൂട്ടിലാണ്. നമുക്ക് ഇപ്പോൾ കൊടൈക്കനാലാണെങ്കിലും പളനി റൂട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് ഈ ഒരു ചെക്ക് പോസ്റ്റ് കിടന്നിട്ട് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് വരിക. കാരണം നമ്മൾ മലപ്പുറത്തായതുകൊണ്ട്. പിന്നെ റോഡിൻ്റെ അവസ്ഥ എന്താ സ്ഥിതി എന്നുള്ളത് നോക്കാം. കേരള ആയല്ലോ, തമിഴ്നാട് കഴിഞ്ഞല്ലോ.
റോഡിൻ്റെ ഗതി അതോ ഗതിയാണോ അതോ ഇവിടെ ഈ ബോർഡർ ആയതുകൊണ്ട് ഭയങ്കര ലോട്ടറി, അതായത് നമ്മുടെ തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ കേരള ലോട്ടറിയാണ് എല്ലാവരും എടുക്കുന്നത്. തമിഴന്മാർ കേരള ലോട്ടറി നന്നായിട്ട് എടുക്കും. അപ്പം അതുകൊണ്ട് ഈ ബോർഡറിൽ ഭയങ്കര കച്ചവടമാണ് ലോട്ടറിയുടെ. അപ്പോൾ നമ്മൾ ഹോട്ടൽ കൃഷ്ണ, ഇതെവിടെ സ്ഥലം എന്ന് അറിയില്ല. പാലക്കാട്, പൊള്ളാച്ചിയിൽ നിന്ന് പാലക്കാട് റോഡാണ്. ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ച് ബാത്റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷായി. എന്തായാലും നമുക്ക് റൈഡ് തുടരാം. വിചാരിച്ച ടൈമൊക്കെ നമ്മൾ കയ്യിൽ നിന്ന് പിടുത്തം വിട്ടു. എന്തായാലും മാപ്പ് ഉണ്ടോ? പോവാ. ഫുഡ് അടിച്ചു. കാരണം ഇനി സമയം വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ കഴിച്ചത് കുറച്ച് കയറിപ്പോയി. സമയം 12 മണിയായിട്ടോ. 11:02, സോറി 12 ആയിട്ടില്ല, 11:02. എപ്പോൾ എത്തുന്ന 2 മണിക്കൂർ 2.5 മണിക്കൂർ എന്തായാലും പിടിക്കും. ഏകദേശം 100 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് മലപ്പുറം. അങ്ങനെ നമ്മൾ പാലക്കാട് ടൗൺ കഴിഞ്ഞു. സമയം 11:30. നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് മലപ്പുറം റോഡിലോട്ട്, കോഴിക്കോട് റോഡിലോട്ട് കയറിയിട്ടോ. ഇനി നമുക്ക് മണ്ണാർക്കാട് റോഡ് പിടിക്കണം. ഉറക്കം വരുന്നുണ്ട്. സമയം 1 മണി. അപ്പോൾ അതിൻ്റേതായൊരു ഉറക്കം വരലുണ്ട്. നമ്മൾ 10-11 മണിക്ക് വീട്ടിലെത്തുന്നൊക്കെ വിചാരിച്ച സംഭവം നമ്മളെ കയ്യിൽ നിന്നൊക്കെ പോയി. അപ്പോൾ അതേ 1 മണിയായി. വീണ്ടും ബ്രേക്ക് എടുത്തു. കാരണം രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് 3:30-3:45 നമ്മൾ എണീച്ചെണ്ണു. അതുകൊണ്ട് തന്നെ നൈറ്റ് 10-11 മണി ആകുമ്പോഴേക്കും തിരിച്ചെത്തണം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്തത്. ഒരു റഫ് പ്ലാനായിരുന്നു, പക്ഷേ അത് റഫ് തന്നെ ആയിപ്പോയി. ഫോൺ എൻ്റെ കയ്യിലില്ലേ? ഫോണ് പെരിന്തൽമണ്ണ റീച്ചായിട്ടോ. ഇനി കുറച്ച് ദൂരം കൂടി വീട്ടിലെത്താൻ. സമയം 1:25. മണ്ണാർക്കാടിൽ നിന്ന് പെട്ടെന്ന് പെരിന്തൽമണ്ണ എത്തി. നമ്മൾ വിചാരിച്ചങ്ങോട്ട് സ്പീഡിലെത്തി. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഓടി
വീട്ടിലെത്താമെന്നുള്ള ഒറ്റ ഉദ്ദേശമുള്ളൂ. ഇനി ചായ വേണ്ടെന്ന് പറയാൻ കാരണമേ രാത്രി വൈകുന്നേരത്തെ ഫുഡ് നന്നായിട്ട് കഴിച്ചു. നമ്മൾ ഓർഡർ ചെയ്തത് ക്വാണ്ടിറ്റി ഒക്കെ വളരെ കൂടുതലായിരുന്നു ഫുഡ്. അപ്പോൾ അത് ഞങ്ങൾ പാർസലാക്കി ബാഗിൽ വെച്ചിരിക്കുക. അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. കൊത്തു പൊറോട്ട, ബട്ടർ ചിക്കൻ, അതേപോലെ ഫ്രൈഡ് റൈസ്, പൊറോട്ട. ഞങ്ങൾ 4 ആൾ കഴിക്കുന്നതിലേറെ ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. അപ്പോൾ ബില്ല് അത്യാവശ്യം ഉണ്ടായിരുന്നു. 4 ആൾ ഫുഡ് കഴിച്ചതിന് ഏകദേശം 630 രൂപയായി. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റി പറയേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതിന് അതിൻ്റെ പുറത്ത് ഇനിയിപ്പോൾ ഒന്നും പോവില്ല. പിന്നെ നമ്മൾ മണ്ണാർക്കാട് നിന്ന് റെഡ് ബുൾ കഴിച്ചു. അപ്പം എന്താ എങ്ങനെ പോട്ടെ? നാളെ കാണാം. ഓ ശരി, ബൈ ബൈ. വേണ്ട പോട്ടെ. അപ്പോൾ നമ്മൾ മലപ്പുറം ബീച്ചായി. നമ്മളെ സുഹൃത്തിനെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ടു. അവനങ്ങോട്ട് വേറെ വഴിക്കാണ്, ഞാൻ നേരെ വേറെ വഴിക്കും. പെരിന്തൽമണ്ണയിൽ നിന്ന് വീഡിയോ ഓണാക്കിയപ്പോൾ മൈക്ക് കണക്റ്റ് ആവണില്ല. അങ്ങനെ അത് കണക്റ്റാക്കാൻ നോക്കി, ഒരു നിലയ്ക്കും വയർലെസ് മൈക്ക് കണക്റ്റ് ആവണില്ല. എന്ത് പറ്റിയെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതേ ഇപ്പോൾ മലപ്പുറം എത്തി. നമ്മളെ ഒന്നും കണക്ട് ചെയ്ത് നോക്കി തന്നെ, അഥവാ കണക്റ്റ് ആയാലോ. അപ്പോൾ അത് കണക്റ്റ് ആവുകയും ചെയ്തു. എന്തായാലും അങ്ങനെ നമ്മളെ വാൽപ്പാറ യാത്രയ്ക്ക് പര്യവസാനമാണെന്ന്. സോറി, ഇപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ വീട്ടിൽ എത്തുന്നതോടുകൂടി ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇനി ഏകദേശം ഒരു 5 കിലോമീറ്റർ ഉണ്ട് വീട്ടിലോട്ട്. എന്തായാലും നമ്മൾ നേരെ വീട്ടിലോട്ട് പിടിക്കാം. ക്ലൈമറ്റ് ഒരു ചെറിയ തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലാണെങ്കിലും ഈ ഒരു സമയത്ത് ഒരു ചെറിയ തണുപ്പുണ്ട്. റൈഡൊക്കെ ചെയ്യാൻ പറ്റിയൊരു മൂഡ് ഉള്ളൊരു സമയം കേട്ടത്. ഉറക്കമൊക്കെ പോയി. സമയം 2:45. സമയത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും പരിപാടികൾ നടക്കില്ല. ഫൈനലി 3 മണിയായിട്ട് നമ്മൾ വീട്ടിലെത്തി, റീച്ചായി. നമ്മളെ ബാക്കിൽ വണ്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ മൈക്കൊന്ന് കണക്റ്റ് ആവാത്ത ചെറിയൊരു പ്രശ്നം വന്നു. അപ്പോൾ നമുക്ക് പെരിന്തൽമണ്ണയിൽ നിന്ന് ഇങ്ങോട്ടുള്ളൊരു ഷോട്ടും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ വേറെന്താ, നമ്മൾ വീഡിയോ നമ്മൾ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയിപ്പം അടുത്ത വ്ളോഗ്സും സീരീസും ഒക്കെ വരാനുണ്ട്. എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെന്താ, ഗുഡ് നൈറ്റ്. വേറെ ഒന്നും പറയാനില്ലല്ലോ. ശരി അല്ല, ഗുഡ് മോർണിംഗ് ആണ് ശരിക്കും പറയേണ്ടത്, കാരണം 3 മണിയായില്ലേ. എന്തായാലും വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്താ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി തിരുത്തി നമ്മൾ വ്ളോഗ് ഒന്നും കൂടി സെറ്റാക്കണം. പിന്നെ വണ്ടി രക്ഷയില്ല. നമ്മൾ മനസ്സെത്തുന്നിടത്ത് നമ്മൾ വണ്ടി എത്തുന്നുണ്ട്. ഇപ്പോൾ ബ്രേക്കിംഗ് ആയാലും എല്ലാം കൊണ്ട് ഉഷാറാണ്. അപ്പോൾ എന്താ
വേഗം വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞു നീട്ടുന്നില്ല. അപ്പം മറ്റൊരു വ്ളോഗിൽ കാണുന്നത് വരെ